രാഹുൽ ഗാന്ധിയുമായി ഡോക്ടർ ശശി തരൂരിന്റെ കൂടിക്കാഴ്ച ഡൽഹിയിൽ. ചർച്ചയിൽ സോണിയാഗാന്ധിയും പങ്കെടുക്കുന്നുണ്ട്. വിവാദ ലേഖനത്തിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഇപ്പോൾ ശശി തരൂർ എത്തിയിട്ടുണ്ട്. KC വേണുഗോപാലും ഈ വസതിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി നൽകും. ബൽറാം, ശശി തരൂരിനെ പോലെ ഒരാൾ ഇത്തരത്തിലൊരു ലേഖനം എഴുതുന്നു. പിന്നീട് അദ്ദേഹം കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മരണത്തോട് അനുബന്ധിച്ചുള്ള പോസ്റ്റിൽ നരഭോജി എന്നുള്ള പരാമർശം അത് പിൻവലിക്കുന്നു. അങ്ങനെ അദ്ദേഹം മോദിയുടെ US സന്ദർശനത്തിലെ കാര്യങ്ങൾ മോദിയെ പുകഴ്ത്തുന്നു. അത്തരത്തിൽ അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം എഴുതുന്ന കാര്യങ്ങൾ ഏറെ ചർച്ചയാകുന്നുണ്ട്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ദേശീയ തലത്തിൽ വരെ ചർച്ചയാകുന്നുണ്ട്. അദ്ദേഹം സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊന്നും അറിയാതെ ചെയ്യുന്ന ഒരാളാകില്ല, മുതിർന്ന നേതാവാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഈ അവസരം, അതായത് രാഹുൽ ഗാന്ധിയുമായി നേരിട്ടൊരു ചർച്ച നടത്താനായിട്ടൊരു അവസരത്തിനായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടന്നത് എന്ന ചില കോണുകളിൽ നിന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. അങ്ങനെ കരുതാനാകുമോ? എന്തായാലും ഈ ചർച്ച ഇപ്പോൾ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? രാഹുൽ ഗാന്ധിയുമായുള്ള ശശി തരൂർ MP ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, കൂടിക്കാഴ്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയിൽ ഒപ്പം തന്നെ സോണിയാഗാന്ധി, KC വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലധികം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതിന് പിന്നിൽ ഇത്തരം ഒരു അവസരം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമാണ് എന്ന രാഷ്ട്രീയ വിലയിരുത്തലുകളുമുണ്ട്. കാരണം ദേശീയ നേതൃത്വത്തിനെതിരെ ശശി തരൂരിന് കുറച്ച് മാസങ്ങളായി തന്നെ അതൃപ്തിയുണ്ട്. കാരണം തന്നെ ഒറ്റപ്പെടുത്തുന്നു, പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിവാക്കുന്നു, തഴയപ്പെടുന്നു എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് ഈ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചത് മുതൽ തന്നെ അദ്ദേഹം അനഭിമതനാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായിട്ടുണ്ട്. ഈ ഒരു ആക്ഷേപം അദ്ദേഹം പല ഘട്ടങ്ങളിലും ഉന്നയിച്ചതായും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കെയാണ് സംസ്ഥാനത്തും ദേശീയ തലത്തിലും കേന്ദ്രത്തിലുമുള്ള സർക്കാരുകളെ, നയങ്ങളെ എല്ലാം തന്നെ അനുകൂലിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്നത്. അത് ഏറെ ശ്രദ്ധേയവുമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വ്യാവസായിക നയങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പുകഴ്ത്തുന്നു. ദേശീയ തലത്തിലാകട്ടെ പ്രധാനമന്ത്രിയുടെ US സന്ദർശനം അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് എന്നും ഒട്ടേറെ കാര്യങ്ങൾ അതിലൂടെ സാധ്യമായി എന്നുമുള്ള പരാമർശം അദ്ദേഹം നടത്തുമ്പോൾ സംസ്ഥാനത്തും ദേശീയ തലത്തിലും പാർട്ടി ഒരുപോലെ പ്രതിരോധത്തിലാകുന്നു. പാർട്ടി ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒരുപോലെ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട അവസ്ഥയുണ്ടാകുന്നു. അദ്ദേഹത്തെ രണ്ട് വിഭാഗം നേതാക്കളും അദ്ദേഹത്തെ തള്ളിക്കൊണ്ടുള്ള നിലപാട് തന്നെ പറയേണ്ടി വരുന്നു. അതേസമയം ശശി തരൂർ ആകട്ടെ മുമ്പും അദ്ദേഹം ഇത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ചില നയങ്ങളെ അനുകൂലിച്ച് നിലപാടുകൾ എടുത്തിട്ടുണ്ട് അദ്ദേഹമെങ്കിലും അദ്ദേഹം അതിനെ ന്യായീകരിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ഈ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരുകൾ അത് എതിർപക്ഷത്തിൻ്റെതായാലും നല്ലത് ചെയ്താൽ അത് പറയണം, അത് അംഗീകരിക്കണം എന്ന നിലപാടാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ബൽറാം, ഒരു നിമിഷം, അത് തന്നെയാണ്, നല്ലത് ചെയ്താൽ നല്ലത് പറയണം എന്നുള്ള ഒരു നിഷ്കളങ്ക ചിന്തയിലാണ് ശശി തരൂർ ലേഖനത്തിൽ എഴുതിയത് എന്നുള്ളത് അത്ര നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന കാര്യം. അപ്പോൾ ഈ ഒരു അനുനയ നീക്കത്തിൽ KC വേണുഗോപാൽ അടക്കം എല്ലാവരും ഉണ്ട്. പക്ഷെ അനുനയ നീക്കം അത്ര എളുപ്പം സംഭവിക്കില്ല എന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ സംസ്ഥാന നേതാക്കളായി പല കാലങ്ങളായി ഇടഞ്ഞു നിൽക്കുകയാണ്. അല്ലെങ്കിൽ ശശി തരൂരിന് അവഗണന നേരിടുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും പലതവണ പ്രതികരണം നടത്തിയിട്ടുണ്ട്. MP ആയതിനു ശേഷവും ഇത്തരത്തിൽ തനിക്ക് അവഗണന നേരിടുന്നു എന്നുള്ള അർത്ഥം വരുന്ന രീതിയിലും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അനുനയ നീക്കം അത്ര എളുപ്പത്തിൽ സാധ്യമാകുമോ ബൽറാം? ഈ വിഷയത്തിൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ള അവസരം തനിക്ക് പാർട്ടിയും നേതൃത്വവും നൽകുന്നില്ല എന്ന പരിഭവം അദ്ദേഹത്തിനുണ്ട്. അത് കാലങ്ങളായി തന്നെ അദ്ദേഹത്തിന് ആ പരിഭവം ഉണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് അദ്ദേഹം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോലും ഇടയാക്കിയത്. കൂടാതെ കോൺഗ്രസ് ദേശീയ നേതൃത്വം
ഹൈക്കമാൻഡ് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ തുടർച്ചയായി പരാജയമേൽക്കുന്നു, നയങ്ങളിൽ സ്വീകരിക്കുന്ന പാളിച്ചകൾ ഉൾപ്പെടെ അദ്ദേഹം തുറന്നു കാണിക്കുകയും ചെയ്തിരുന്നതാണ് നേരത്തെ മറ്റ് നേതാക്കൾക്ക് ഒപ്പം തന്നെ. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് 23 നേതാക്കൾക്കൊപ്പം അദ്ദേഹവും ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളുടെ തുടർച്ചയായി അദ്ദേഹം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അതിനുശേഷം എന്നാൽ തന്നോട് മറ്റ് നേതാക്കൾക്ക് തന്നെ മാറ്റി നിർത്തുന്നു, തന്നെ തഴയപ്പെടുന്നു എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ അവരുമായുള്ള ഒരു കൂടിക്കാഴ്ച പോലും പിന്നീട് സാധ്യമായില്ല എന്നും അദ്ദേഹത്തിന് ആക്ഷേപമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം തുടർച്ചയായി സംസ്ഥാനത്തും ദേശീയ തലത്തിലും സർക്കാരുകളെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തുകയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആവശ്യമനുസരിച്ചാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും താമസിക്കുന്ന ജൻപത്തിലെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടിക്കാഴ്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ എന്താണ് ഈ പരാമർശങ്ങളിലൂടെ ഉദ്ദേശിച്ചത് എന്ന കാര്യം ശശി തരൂർ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മുന്നിൽ വിശദീകരിക്കും. താൻ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ ന്യായീകരിച്ചിരുന്നു. എന്നാൽ എന്താണ് ആ കണക്കുകൾ, എന്തൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശം തന്റെ ഭാഗത്തു നിന്നുണ്ടായത്, ഒപ്പം തന്നെ ഈ കാലങ്ങളായി അദ്ദേഹത്തിനുള്ള പരിഭവം, തന്നെ തഴയപ്പെടുന്നു, അർഹമായ പരിഗണന പാർട്ടിക്ക് ഉള്ളിൽ തനിക്ക് ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള അദ്ദേഹത്തിന്റെ പരിഭവങ്ങളും അദ്ദേഹം നേതൃത്വത്തെ ധരിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു നല്ല സന്ദർഭമാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലുള്ള വിശദമായ ചർച്ചകൾ തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകവുമാണ്. അതേസമയം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് നിരവധി പരാതികൾ അദ്ദേഹത്തിന് എതിരായി ലഭിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനത്തെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി നീങ്ങുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു, സംസ്ഥാന സർക്കാരിന് അനുകൂലമായി അദ്ദേഹം